ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ അടുക്കളയിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് ആടിനെ വിട്ട് അപ്പം എല്ലതും കുറേശ്ശേ ഉള്ളൂ കേട്ടോ. കുറച്ച് വാഴണ്ടലുണ്ട്, കുറച്ച് പുല്ല്, കുറച്ച് പ്ലാവിൻ്റെ. അപ്പോൾ എല്ലതും അങ്ങോട്ട് അവിടെ ഇവിടെയൊക്കെ കെട്ടി കൊടുത്ത് അതിന് ശേഷമാണ് വെള്ളം റെഡിയാക്കിയതിന് ശേഷം അവരെന്നെ വിട്ട് വിട്ടപാട് കുറച്ച് തെളിവെള്ളമൊക്കെ ആദ്യം ദാഹം മാറാൻ കുടിച്ചിട്ടുണ്ടായിരുന്നിട്ടാ. പിന്നെ അവർ ഇല തിന്നാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അങ്ങനെ ഞാൻ എൻ്റെ അടുക്കളയിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അടി വെച്ച് കൊടുത്ത് എല്ലാവർക്കും വെച്ച് കൊടുത്ത് അതിന് ശേഷം എല്ലാവരെയും കെട്ടി. പിന്നെ അതിന് ശേഷം ഞാൻ ഒന്ന് അടിച്ച് വാരാൻ വിചാരിച്ചിട്ട് ആ സൈഡിൽ അവിടെ അങ്ങനെ ഇല കൊടുന്ന് ഇടുന്ന ഭാഗമാണ്, ആട് കാണാതെ കൊടുന്നിടുന്ന ഭാഗമാട്ടോ. അപ്പോൾ ആട് കണ്ടുപിടിച്ചാൽ പിന്നെ അവിടുന്ന് പോവില്ല, ഇലയൊക്കെ നാശമാക്കും. അപ്പോൾ കൂടുതലും അവിടെയാണ് ഇല കൊടുന്നിടുക. അങ്ങനെ അടിച്ച് വാരാൻ നിന്നാൽ പിന്നെ എല്ലായിടും ഇങ്ങനെ അടിച്ച് വാരും. തീയിടാനൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ വെയിലുണ്ടല്ലോ 2 ദിവസമായിട്ട്. അപ്പോൾ എല്ലായിടും അങ്ങനെ അടിച്ച് വാരിയിട്ട് ഈ ഭാഗമൊക്കെ തീയിടാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആട്ടുംകൂട് വൃത്തിയാക്കാനും അങ്ങനെ ഓരോ പണിക്കൊക്കെ പോയി. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, എന്നും കാണുന്നത് തന്നെയല്ലേ. പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് ഈ ആടും കൃഷിയൊക്കെ തുടങ്ങിയത് കേട്ടോ. എനിക്ക് ആടുകളോടുള്ള ഇഷ്ടം കൊണ്ടാണ്, എൻ്റെ ഇഷ്ടത്തിനാണ് ഇങ്ങനെ ആടിനെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ച് തന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരു 15 വർഷമൊക്കെ ആയി ആടും കൃഷി തുടങ്ങിയിട്ട്. നല്ല രീതിയിൽ തന്നെ രണ്ടാളും കൂടിയിട്ട് തന്നെയാണ് നോക്കുന്നത് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കൊന്നും അധികം ആടാകുമ്പോൾ കൂട്ടിയാൽ പറ്റില്ല കേട്ടോ. ഒരാടും രണ്ടാടൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് പറ്റും, പക്ഷേ തോന ആടുള്ളപ്പോൾ എന്തായാലും ഒറ്റയ്ക്ക് കൂട്ടിയാൽ പറ്റില്ല കേട്ടോ. രണ്ടാളും കൂടിയിട്ട് തന്നെയാണ്. എന്നെക്കാളും കൂടുതൽ ഹസ്ബൻഡും ചെയ്യണുണ്ട് കേട്ടോ. ആടിനുള്ള കാര്യങ്ങൾ ഇല കൊണ്ടരലും പുല്ല് അരിഞ്ഞ് കൊടുന്നേരലും കാട്ടില വെട്ടിത്തരലും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അവരും കൂടി ചെയ്യണ കാരണം തന്നെയാണ് ഈ ആടും കൃഷി നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ പഴക്കമായ കാരണം ആടുങ്ങളെ കുറിച്ചൊക്കെ നന്നായി മനസ്സിലാക്കാനും അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ അറിയാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആടിനെ കുറിച്ച് അറിയാനൊക്കെ പറ്റും. അങ്ങനെയൊക്കെ തഴങ്ങിയ കാരണം അപ്പം നല്ല രീതിക്ക് തന്നെയാണ് ആടും കൃഷി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് തന്നെയാണ് ആടും കൃഷിയിലേക്ക് തിരിഞ്ഞത്. പിന്നെ ഞങ്ങളുടെ പറമ്പിൽ ഇങ്ങനെ കഴുങ്ങും തെങ്ങും വാഴ ചേന ചേമ്പൊക്കെ ഉള്ള കാരണം ഇതിൻ്റെ വളം തന്നെയാണ്. പിന്നെ ആടിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ച് അത്ര ഈസി ആയിട്ടൊന്നും അല്ല കേട്ടോ ആടും കൃഷി എന്ന് പറയുന്നത്. കുറച്ച് അധ്വാനം നല്ലതുണ്ട്. പിന്നെ രണ്ടാളും കൂടി ആയ കാരണം എനിക്ക് അത്ര ഭാരം തോന്നാറില്ല കേട്ടോ. പിന്നെ അതിനോടൊപ്പം ഈ വീഡിയോ എടുക്കലൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യണത്. എഡിറ്റ് ചെയ്യണതും അപ്ലോഡ് ചെയ്യണമൊക്കെ ഒറ്റയ്ക്ക് എനിക്ക് മക്കൾ പഠിപ്പിച്ച് തന്നിട്ട് അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യണത്. അതും ഇതുപോലെ അവർ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ഒക്കെ ചെയ്യണത്. ഈ പൂച്ചക്കുട്ടർ അമ്മേനെ നായ പിടിച്ചിട്ട് രാത്രി 2 ദിവസം മുന്നേ 1 മണിയൊക്കെ ആകുമ്പോൾ രക്ഷിക്കാൻ പറ്റിയില്ല. ഒച്ച കേട്ടിട്ട് പുറത്തേക്ക് വന്നപ്പോഴേക്കും അതിനെടുത്ത് കൊണ്ടുപോയി. അങ്ങനെ ഈ കുട്ടി ഒറ്റയ്ക്കായി. ഇതിൻ്റെ തുണേനി നായ പിടിച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങൾ കൊണ്ട് എടുത്ത് കൊടുന്നതാണ്. ഇപ്പോൾ അങ്ങനെ ചെറുതായിട്ട് ഇണങ്ങി വരുന്നുണ്ട്. കുഴപ്പമില്ല. ആദ്യം അതിന് നല്ല പേടിയായിരുന്നു, ഒന്നും കഴിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇണങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക്